അങ്ങനെ എന്റെ അടുത്ത് വന്ന 1-2 ക്യാരക്ടേഴ്സ് സ്മിനുവിന്റെ പോയി എന്നുള്ളത് ഞാൻ അല്ലാതെ അറിഞ്ഞു. പറഞ്ഞു വിട്ടില്ല. അല്ല ഞാൻ എടാ ഓപ്ഷൻ ഇല്ല വേറെ. ഞാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു തട്ടുകടെങ്കിലും ഇടും. തട്ടുകടെങ്കിലും ഇട്ട് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ കുക്ക് ചെയ്യുന്നൊരു കൂട്ടത്തില്. തട്ടുകടയുടെ ഫുഡ് പൊതിച്ചോറുണ്ടാക്കി വെക്കാന്നേ. ഇത് നമുക്ക് കുക്കിംഗ് എന്നുള്ള സാധനം ഒരു കല തന്നെയാണ്. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അതെങ്കിലും ചെയ്തുണ്ടാക്കും. മഞ്ജു പിള്ളയുടെ സ്റ്റൈലും ട്രെൻഡും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഡ്രസ്സിംഗിന്റെ കാര്യത്തിലും മേക്കപ്പിന്റെ കാര്യത്തിലും എല്ലാം ഓരോ ദിവസം കഴിയും തോറും മഞ്ജു പിള്ള കൂടുതൽ ശ്രദ്ധിക്കുന്നു. മകൾ ദയാ സുജിത്തും ഫാഷന്റെയും ട്രെൻഡിന്റെയും കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. മകളും അമ്മയും തമ്മിൽ മത്സരമാണോ എന്ന് ചോദിക്കാത്തവരും ഇപ്പോൾ ഇല്ല. ഇപ്പോഴിതാ ഷൈൻ ടോം ചാക്കോയെ കേന്ദ്ര കഥാപാത്രമാക്കി MA നിഷാദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയതായിരുന്നു നടികളായ മഞ്ജു പിള്ളയും സ്മിനു സിജോയും. ഇന്റർവ്യൂവിൽ മഞ്ജു പിള്ള ചില കാര്യങ്ങളെ പറ്റി തുറന്നു പറയുകയുണ്ടായി. സീനിയർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് കുറെ അമ്മ വേഷങ്ങളാണ് കിട്ടുന്നതെന്നും അമ്മ വേഷങ്ങളിലുപരി നല്ല കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹമെന്നും എനിക്ക് വരുന്ന അമ്മ വേഷങ്ങൾ കുറെയൊക്കെ ഇപ്പോൾ നടി സ്മിനുവിലേക്കാണ് പോകുന്നതെന്നും പറഞ്ഞു. തന്റേതായ തനത് ശൈലി കൊണ്ട് മലയാള സിനിമയിൽ സ്വീകാര്യത നേടിയ നടിയാണ് സ്മിനു സിജോ. 40-ാം വയസ്സിൽ കെട്ടിയോളാണിന്റെ മാലാഖ എന്ന ചിത്രത്തിലൂടെയാണ് സ്മിനു സിജോ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. മലയാള സിനിമയിലെ അമ്മ വേഷങ്ങളിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി സ്മിനു സിജോ. അമ്മയായും ചേച്ചിയായും ഒന്നിനൊന്നും വേറിട്ട വേഷങ്ങൾ ചെയ്തുകൊണ്ട് മലയാള സിനിമയിൽ സജീവമായി മാറുന്നു. ചെയ്യുന്ന വേഷം എത്ര ചെറുതാണെങ്കിലും അതിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സ്മിനുവിന് സാധിക്കാറുമുണ്ട്. സീരിയലിൽ തട്ടിമുട്ടിയായാലും ശരി, ഇപ്പൊ ഒരു മലയാളി പ്രേക്ഷകർക്ക് എന്നും റിലേറ്റീവ് ചെയ്യുന്ന ഒരു മുഖമാണ് സിനിമയിലായാലും സീരിയൽ രംഗത്തായാലും. ഇപ്പം ചെയ്യുന്ന കഥാപാത്രം എത്രത്തോളം ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഞാൻ ഇപ്പോഴും പറഞ്ഞേ ഉള്ളൂ. അവിടെ ഞങ്ങൾക്ക് ഈ ഒരു ടെലിപ്പതിയിലാണ് നിങ്ങൾ ഈ മീഡിയക്കാരെല്ലാം കൂടെ ഇതേ സെയിം ചോദ്യം ചോദിച്ചിട്ടാ വരുന്നത്. എനിക്ക് ഒരു സ്റ്റഡി ഇല്ല കേട്ടോ, സത്യം. ഒരു ക്യാരക്ടർ ആവാനും ഞാൻ സ്റ്റഡി ചെയ്തിട്ടില്ല. ഞാൻ എനിക്ക് കണ്ട കഥാപാത്രങ്ങളിൽ കുറച്ചുകൂടി ഇതായിട്ട് തോന്നുന്നു മലയാളി ഫ്രം ഇന്ത്യയിലെ അമ്മ കഥാപാത്രം. അത് ഭയങ്കര രസമാണ്. അത് എന്റെ വീട്ടിലെ അമ്മ ഏകദേശം ഷൗട്ട് ചെയ്യുന്നൊക്കെ അങ്ങനെയാണ്. നിന്റെ അമ്മയുടെ ശാന്തമാണ്, അതിനകത്ത് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, എന്തെങ്കിലും പറയുമ്പോൾ നിന്റെ അമ്മയുടെ വിളിച്ച് സംസാരിക്കും. അതൊക്കെ എൻ്റെ അമ്മൂമ്മയൊക്കെ സംസാരിച്ച് കേട്ടിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ ഒരുവിധം അമ്മമാരുടെ ഒക്കെ ഉള്ളിലുള്ള ഒരു അമ്മയാണ്. ഇപ്പൊ കുട്ടിയമ്മയൊക്കെ നമ്മുടെ വീടുകളിൽ കാണുന്ന അമ്മ തന്നെയാണ്. മഞ്ജു അമ്മയാണോ? മഞ്ജു അമ്മയോ? മഞ്ജു ആ അമ്മയാണോ എന്ന് ഒറിജിനൽ ഞാൻ എന്റെ ക്യാരക്ടറിൽ അതിനൊരു അംശമുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് അതല്ല, പക്ഷെ എന്റെ മകളും ഞാനും തമ്മിലുള്ള കോൺവെർസേഷനൊക്കെ നസ്ലിൻ ഞാനും കൂടെ അതിനകത്ത് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് നസ്ലിൻ എന്റെ അടുത്ത് വാട്ട് ഈസ് എ മാറ്റർ ഡാർലിംഗ് എന്ന് ചോദിക്കുന്ന അപ്പൊ തിരിച്ച് റിയാക്ട് ചെയ്യുന്ന എന്റെ മോള്. കാരണം അതിലെ നസ്ലിൻ തന്നെയാണ് എന്റെ മോള്. അവള് കുറച്ചുകൂടെ ഫ്രണ്ട്ലിയാണ് എന്റെ അടുത്ത്. അപ്പൊ എന്നെ ഡാർലിംഗ് എന്ന് വിളിക്കുകയും മണിച്ചിത്രത്താഴിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. എന്റെ മോള് കുറച്ചുകൂടെ എന്നെ പേര് വിളിക്കും. അവള് എടി മഞ്ജു എന്താ ഇപ്പൊ ഫോൺ ചെയ്തു. എന്റെ ഫോൺ ചെയ്ത് കണ്ടിട്ട് സുന്ദരി പെണ്ണ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ ഫോൺ വീഡിയോ കോൾ ചെയ്ത് ഫോൺ എടുത്തപ്പോഴത്തേക്കും സുന്ദരി ആയിട്ടുണ്ടല്ലോ, സുന്ദരി പെണ്ണ എവിടെയാ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് മോള്. അപ്പൊ അതുപോലെ തന്നെ വഴക്കം ഉണ്ടാക്കും. ദേഷ്യപ്പെട്ട് വരുമ്പോഴാണല്ലോ മകൻ അല്ലാതെ മകനും ഞാനും തമ്മിൽ അടുപ്പമാണ്. മകൻ ചെയ്യുന്ന വഴി സമയം ഒറ്റ അടിയെന്ന് എന്റെ 32 പല്ലും അത് ഞാൻ അവളുടെ അടുത്ത് പറയാറുണ്ട്. ഒറ്റ ഇടി വെച്ച് നോട്ടം മുഴുവൻ ഇതും പോകുന്ന പറയുന്ന ഒരു അമ്മയാണ് ഞാൻ. നമ്മുടെ അങ്ങനെ ഒരുപാട് ദിവസം എടുത്ത് ഷൂട്ട് ചെയ്ത സീനും കൂടെയാണ് എന്നോട് അങ്ങനെയായിട്ട് പറഞ്ഞത്. സീക്വൻസ് മൊത്തത്തില് ഫുൾ സീക്വൻസ് മൊത്തത്തില് ഗേൾഫ്രണ്ട് ഫാമിലി വരുന്നത് കോൺവെർസേഷൻ. അതെ അതെ, അത് കുറെ ദിവസങ്ങൾ എടുത്ത് ഷൂട്ട് ചെയ്തതാണ്. അതിൽ ആ ഒരു സീൻ ആ ഒറ്റ ദിവസം എടുത്താണ്. അതില് ബാസി ശ്രീനാഥിനോടുള്ള ദേഷ്യമാണ് ഞാൻ നസ്ലിനോട് തീർക്കുന്നത്. നസ്ലിനോട് തീർത്ത് കഴിഞ്ഞിട്ട് ശ്രീനാഥിനോട് പറയാതെ പറയുന്നൊരു സംഭവമുണ്ട്. ആ ഇരിക്കുന്നത് നിന്റെ തന്തയാ, അത് നിനക്ക് ഓർമ്മ വേണമെന്ന് പറയുന്നത് ശരിക്കും നസ്ലിനെ അല്ല വഴക്ക് പറയുന്നത്. അത് ഈ നസ്ലിൻ സോങ്ങിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ മോന്തയും വിരിപ്പിച്ച് നിൽക്കുമ്പം എന്താന്ന് ചോദിക്കുമ്പം പറയുമ്പോ പടാ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതൊക്കെ ശരിക്കും നമ്മുടെ വീടുകളിൽ നടക്കുന്ന അമ്മമാരും മക്കളും കൂടെ തമ്മിൽ മൂട്ടാനടിയായിരിക്കും ഇപ്പൊ തട്ടിക്കളയെന്നുള്ള രീതിയിൽ. പക്ഷെ അത് കഴിയുമ്പം അവര് കിടക്കുമ്പോ ഞാനൊക്കെ പോയി എന്റെ മോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കരഞ്ഞിട്ടുണ്ട്. ഉറങ്ങി കിടക്കുന്ന സമയത്തൊക്കെ വഴക്കുണ്ടാക്കി അടിയെ കൊടുത്തിട്ട്
നമ്മുടെ അമ്മമാരങ്ങനെയല്ലേ? പിന്നെ ഉറപ്പായിട്ടും. എല്ലാ അമ്മമാരും അങ്ങനെയാണ്. കേട്ടിട്ടില്ല ഇഷ്ടം പോലെ. പറഞ്ഞിരുന്നു ഞാൻ ടൈപ്പ് ആയി പോകുന്നു എന്ന് തോന്നിയ സമയത്ത് ഞാൻ ഒന്ന് മാറ്റി പിടിച്ചായിരുന്നു. ബിക്കോസ് എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ സെക്കൻഡ് ഒരു വരവാണ് ഈ ഹോം തൊട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിലൊരു 3 സിനിമയോളം 4 സിനിമയോളം ഒരേപോലത്തെ അല്ല, അമ്മ റോൾസ് തന്നെ ഒരു സെയിം ഷെയ്ഡുള്ള പോലത്തെ ഇപ്പം ഹോമിലെ അമ്മയല്ല ഫാൽമിയിലത്, അതല്ല മലയാളി ഫ്രം ഇന്ത്യയിലത്, പിന്നെ ടീച്ചറിലെ കല്യാണി വേറെയാണ്. അപ്പം അടുത്ത വന്ന 1-2 സിനിമകൾ ഹീറോസിൻ്റെ അമ്മയാണ്. പക്ഷെ അമ്മയ്ക്ക് പെർഫോം ചെയ്യാനുണ്ട്. പക്ഷെ സെയിം സങ്കടവും ദുഃഖവും കുറച്ച് കഷ്ടപ്പെടുന്ന അമ്മ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ആസ് എൻ ആക്ടർ എനിക്ക് വേറൊരു തലത്തിൽ അഭിനയിക്കണം എന്നുള്ളതാണ്. അതുപോലുള്ള റോൾസ് എന്തോ എൻ്റെ ഭാഗ്യം അങ്ങനെ മാറ്റിയിരുന്നിട്ട് വരാതിരുന്നാൽ ഞാൻ പെട്ടുപോയേനെ. നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നേനെ എൻ്റെ ഡിസിഷൻ തെറ്റായി എന്ന് തോന്നിയേക്കാമായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിൽ എനിക്കങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം, അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹം ഒക്കെ ആയിരിക്കണം. അതുകൊണ്ട് എനിക്കിത് ചൂസ് ചെയ്യാൻ പറ്റി. അമ്മ വേഷങ്ങൾ എന്നതിലുപരി എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് കിട്ടി എന്നുള്ളതാണ്. ചെയ്യുന്ന കഥാപാത്രങ്ങൾ എക്സാക്ട്ലി എന്നെ ഓർക്കേണ്ടത്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അല്ല, അങ്ങനെ എൻ്റെ അടുത്ത് വന്ന 1-2 ക്യാരക്ടേഴ്സ് സ്മിനുവിൻ്റെലേക്ക് പോയി എന്നുള്ളത് ഞാൻ അല്ലാതെ അറിഞ്ഞു. പോയെന്നറിഞ്ഞു, പറഞ്ഞു വിട്ടില്ല. അല്ല ഞാൻ ഓപ്ഷൻ ഇല്ല വേറെ. പല സിനിമകളിൽ ആ ക്യാരക്ടറിനെ പിന്നെ കില്ല് ചെയ്ത് കളയായിരുന്നു. മഞ്ജുമയില്ലെന്ന് പറഞ്ഞപ്പോ ആ ക്യാരക്ടർ വേണ്ട. കൊന്ന കഥാപാത്രം അമ്മേനെ മാല കിട്ടും. ഞാൻ 4 പേരോട് ചോദിക്കുകയാണ്. അതായത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറയാൻ എന്തായിരിക്കും? ഈ ഒരു കാര്യം എന്റെ ലൈഫിലുണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായനെ എന്ന് തോന്നുന്ന ഒരു കാര്യം. കാര്യമുണ്ടെങ്കിലോ ഈ ഒരു കാര്യം കൂടെ എന്റെ ലൈഫിൽ ഉണ്ടെങ്കിൽ എന്റെ ലൈഫ് ഒന്നുകൂടെ ബ്യൂട്ടിഫുൾ ആയാനെ. നവംബർ 8 നമ്മൾ റിലീസ് പടം സൂപ്പർ ഹിറ്റ് ആവുമ്പോൾ നമ്മളില്ലേ അത്രയും നല്ലൊരു സിനിമ. എന്റെ പപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് ഏറ്റവും സുന്ദരമായിരുന്നു. കാരണം എൻ്റെ പപ്പ കൂടെ ഉണ്ടായിരുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം. എല്ലായിടത്തും പറയും ഇന്നെൻ്റെ ഏറ്റവും വലിയ സങ്കടം തന്നെ. പിള്ളേരും കുട്ടികളെയും മറ്റും ഉള്ളത് മാത്രം കണ്ട് പോയി പപ്പ. പക്ഷെ പപ്പയുടെ ബ്ലെസ്സിങ് ആണ് ഞാൻ ഇന്ന്, പപ്പയുടെ ഡ്രീമിലാണ് ഞാൻ ഇന്ന് ഇവിടം വരെ എത്തി. ഞാൻ ഈ മറ്റേ ഓരോരുത്തരെ ഇപ്പൊ ഉണ്ടല്ലോ മൈൻഡിൽ കൊണ്ടുവന്നിട്ട് ഞാൻ കുറെ പേർക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് എന്റെ പപ്പായെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ മിക്ക ദിവസം പപ്പ എനിക്ക് അറിയാണ്ട് കരഞ്ഞു പോകും, കരാതെ ഉറങ്ങാൻ പറ്റും. എനിക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷെ എനിക്ക് ശബ്ദം എപ്പോഴും വന്നു ഞാൻ മനസ്സിൽ വിഷമം കൂടുമ്പോൾ പപ്പായ ഇപ്പൊ എനിക്ക് ബ്രദറും സിസ്റ്ററിലോയും കൂടെ കൂട്ടായി. ഇപ്പൊ സങ്കടത്തിന്റെ ആക്കം കൂട്ടാൻ അവരും കൂടെ ആയി. അപ്പൊ അത് ഇങ്ങനെ അത് ഭയങ്കര വിഷമം. അത് ചുമ്മാ വിഷമിക്കാൻ എനിക്ക് ഓരോ കാരണങ്ങൾ വരും. പക്ഷെ ചിരിക്കാൻ ദൈവം തന്നൊരു കഴിവാണ് എൻ്റെ ഏറ്റവും വലിയ. അതിന് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നത്. എങ്ങനെയാ ചേച്ചി നല്ല വിളിക്കുന്നത്? അടിപൊളിയാണ്. എനിക്ക് ഇതേപോലെ ചേച്ചി ഉണ്ടെന്ന് ഞാൻ ഒരുപാട് അത് ഞാൻ ചേച്ചിയെന്ന് വിളിക്കുന്നത്. എനിക്ക് എല്ലാരോടും ഇങ്ങനെ പോസിറ്റീവ് ആയിരുന്നു. എന്നാ പ്രശ്നം വന്നാലും ഇങ്ങനെ ചിരിച്ചിരിക്കാൻ പറഞ്ഞാൽ വലിയൊരു കഴിവാണ്. അറിയാമല്ലോ അല്ലേ? അങ്ങനൊന്നുമില്ല. നീ ഇതിനകത്ത് മറ്റേ പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടാതിരുന്നാൽ ശരി. അപ്പൊ നമുക്ക് മഞ്ജു പറയട്ടെ. അടുത്തത് മഞ്ജു. 8-ാം തീയതി അല്ല, എനിക്ക് ആക്ച്വലി ഈ പറഞ്ഞ പോലെ നഷ്ടങ്ങൾ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഉള്ളതിൽ തൃപ്തി അടഞ്ഞ്, ഞാൻ പണ്ടും എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക. എന്തും കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് ഹാപ്പി ആവുമെന്ന് വിചാരിക്കുക. നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കും, അതെന്നും ഒരു വേദന തന്നെയാണ്. പക്ഷെ ലൈഫ് മസ്റ്റ് ഗോ ഓൺ. അങ്ങനെ ഊരി കൊടുത്തിട്ടുള്ളതല്ല. ഇപ്പൊ എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, എനിക്ക് ഒന്നും എനിക്ക് ഈ പറഞ്ഞ സംഭവങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഞാനിപ്പോ വേറെ ഏതെങ്കിലും രീതിയിൽ ബിസിനസ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പഠിച്ചത് വെച്ചിട്ടോ ഞാൻ എന്തെങ്കിലും ചെയ്ത് ഞാൻ ജീവിക്കും. എനിക്ക് അങ്ങനെ ഒരു ഞാനൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു തട്ടുകടെങ്കിലും ഇടും. തട്ടുകടെങ്കിലും ഇട്ട് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ കുക്ക് ചെയ്യുന്ന ഒരു കൂട്ടത്തില് തട്ടുകടയുടെ ഫുഡ് പൊതിച്ചോറുണ്ടാക്കി വെക്കാന്നേ. ഇത് നമുക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഒരു കല തന്നെയാണ്. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അതെങ്കിലും ചെയ്തുണ്ടാക്കും. ഞാൻ നല്ല മുളകട്ട മീൻകറിയും കപ്പയും കൊഞ്ച് റോസ്റ്റും
ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കും. കോട്ടയം സ്റ്റൈലിൽ മീൻ കറി ഉണ്ടാക്കും. കപ്പ വേവിച്ച് തരും. കപ്പ എല്ലാം ഉണ്ടാക്കി തരാം, കപ്പ ബിരിയാണി ഉണ്ടാക്കി തരാം. നീ ബീഫും അങ്ങനെയുള്ള സാധനങ്ങളും, ഞാൻ ഫിഷ്. വേണം. അങ്ങനെ എന്റെ അടുത്ത് വന്ന 1-2 ക്യാരക്ടേഴ്സ് മിനുവിന്റെ പോയി എന്നുള്ളത് ഞാൻ അല്ലാതെ അറിഞ്ഞു. അല്ലാതെ പറഞ്ഞു പോയെന്ന് പറഞ്ഞു വിട്ടില്ല. അല്ല ഞാൻ ഓപ്ഷൻ ഇല്ല വേറെ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.